ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഞാനും ഏട്ടനും പരിചയപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 12ാമത്തെ വർഷമാണ്. ഇപ്പം നമ്മൾ പ്രണയം തുടങ്ങിയിട്ട് 12 വർഷമായി ഗൈസ്. അപ്പോൾ എല്ലാ ഈ ഒരു ദിവസങ്ങളിലും നമ്മൾ പുറത്തു പോകാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കല്യാണത്തിന് മുന്നേ അധികവും നമ്മളിങ്ങനെ ഈ ദിവസം പുറത്തു പോകലും കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നായി ഇങ്ങനെ ചുരുങ്ങി. അപ്പം ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന്. മാത്രമല്ല കുഞ്ഞുന് ഈ റീൽസിലേക്ക് കണ്ടിട്ട് വാട്ടർഫാൾസ് കാണണം, വയനാട്ടിൽ പോകണം. അവൻ്റെ വിചാരം അതൊക്കെ വലിയ സംഭവം ആയിരിക്കും. നമ്മളും ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ അവനെ കാണിക്കണം, അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്തു പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എവിടെ പോകുന്നു കുഞ്ഞു? വയനാട്ടിൽ. നമ്മൾ ഇവനെ വയനാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് ബൈക്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവന് ഓർമ്മയില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പം നമ്മളെ വ്ളോഗിലുണ്ടായിരുന്നു. വീഡിയോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് പോയത്. അപ്പോൾ ആ വ്ളോഗ് ചെറിയൊരു ഷോർട്ട് വീഡിയോസായി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവന് ഓർമ്മയുണ്ട്, അവൻ പോയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോൾ ഓർമ്മയുണ്ട്. പക്ഷെ അറിയാനായരെ അവനോട്ട് പറയാനായരെ നമ്മൾ പോയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പോകുന്നത്. ചക്കി ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അപ്പം നമുക്ക് പോവാട്ടോ ഗൈസ്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കേക്കൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ബിസ്കോട്ടിൽ നിന്നാണ് കേക്ക് എടുക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന സ്ഥലമല്ല, പക്ഷെ പണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഷോപ്പ് അതായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് 5 year of love ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള പ്രിന്റ് ചെയ്തൊന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 6 ഒരു ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് നമ്മൾ പറയുന്ന പോലെ ചെയ്തെടുത്തൊരു ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പഴയ പോലെ തന്നെ അവിടെ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ വീട്ടിൽ കൂടെയാണ് പോകുന്ന വഴിക്ക് ബിസ്കോട്ടിൽ നിന്നാണ് കേക്ക് എടുക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ ആയിട്ട് പോയിട്ട് എന്താ പാടെന്നറിയില്ല, എവിടേക്കാണെന്നൊന്നും നമ്മളങ്ങനെ പ്ലാൻഡ് അല്ല. അപ്പത്തെ രൂപനുസരിച്ച് അങ്ങനെ പോവാം. നമ്മള് ബിസ്കൗട്ട് എത്തി. അപ്പൊ അപ്പയും മോനും കൂടി പോയിട്ട് ഒരു കുഞ്ഞു കേക്കാണ് വേണ്ടത്. ഇതാ മതി. അതിലല്ലേ 12 years of love എന്നൊന്ന് എഴുതും. ചെറുതാക്കി എഴുതിയാൽ മതി. അങ്ങനെ നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് കുഞ്ഞു പാട്ടും ഡാൻസൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്രാബ് വെച്ചിട്ടുള്ളൊരു വട ഉണ്ട് ഗൈസ്, അത് കഴിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം നമ്മളത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പോണത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു പള്ളി കാണാം, നല്ല അടിപൊളി പള്ളിയാണ്. അപ്പം നമ്മൾ പണ്ട് പോകുമ്പോഴേ അവിടെ ചവിട്ടി അവിടെ തൊഴുതിട്ടാണ് പോവുക. അപ്പം നമ്മൾ ഈ പ്രാവശ്യം അവിടെ ചവിട്ടി. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എക്കോറിയം ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് തൊഴുതിട്ട് നമ്മൾ വീണ്ടും പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ തുഷാരഗിരിയാണ് ആദ്യം കയറാമെന്ന് വിചാരിച്ചത്. ചേർത്തപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലോക്ക് കുടുങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു തുഷാരഗിരി കയറി വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് പോകാമെന്ന്. ആദ്യക്കൂട്ടം ഇതുവരെ വാട്ടർഫോൾസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം വാട്ടർഫോൾസ് കാണിച്ചു കൊടുക്കാൻ പോകുന്നു. ചക്കിമോൾ ഇറങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ വർഷങ്ങളായി ഗൈസ് ഇവിടെ വന്നിട്ട്. പണ്ട് നമ്മൾ സ്ഥിരം സ്ഥലമായിരുന്നു. ഒരു 5-6 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ അങ്ങനെ വരാറേ ഇല്ല. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ഥലമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കൂടി കാണാം. അപ്പം എന്നാൽ പോവാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നടക്കുകയാണ് കേട്ടോ. കുറച്ചൊന്നും അങ്ങോട്ട് നടന്നതിന് ശേഷം വേണം ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ കുഞ്ഞു ഓടിപ്പാൻ നടക്കേണ്ട വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ പോയി ടിക്കറ്റ് എടുത്തു. കുഞ്ഞുവിന് ടിക്കറ്റ് വേണ്ട തോന്നുന്നു. ബാക്കി എനിക്കും ഏട്ടനും ടിക്കറ്റ് എടുത്തു. നമ്മൾ പോവാണ് കേട്ടോ. ചക്കി നല്ല ചിരിയാണ് ഗൈസ്. കാരണം ചക്കിക്ക് തെണ്ടാൻ പോയാൽ മതി. അപ്പം അതുകൊണ്ട് നല്ല കളി ചിരി സന്തോഷമൊക്കെയാണ്. ആദ്യകൂട്ടം ഡ്രസ്സൊക്കെ ഊരി കളിക്കാൻ ഇറങ്ങാം കേട്ടോ. കാര്യമായിട്ട് അവനെ കളിപ്പിക്കാനാണ് നമ്മൾ വന്നത്. അപ്പം ഡ്രസ്സൊക്കെ ഊരി കൊടുക്കുന്നുണ്ടേ.
വെള്ളം കുറവാട്ടോ, വെള്ളം കെട്ടി നിർത്തിക്കും. ഗൈസ് അങ്ങനെ കുറച്ചു നേരം ആദ്യക്കുട്ടനെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ വല്ലാണ്ട് കളിച്ചില്ല, കാരണം വേറെ വേറെ സ്ഥലത്തൊക്കെ പോകണം, ചുരം കയറണം. പിന്നെ ഇവിടെ വേറെ 2 വാട്ടർഫോൾസ് ഉണ്ട്, തുമ്പി തുള്ളുംപാറ, മഴവിൽ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ മേലെയാണ്, അത്രയും മേലേക്കൊന്നും ആദ്യക്കുട്ടൻ നടക്കില്ല ഗൈസ്, എനിക്ക് എടുത്ത് കയറാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. നമുക്ക് ഐസ്ക്രീമും ചക്കിക്ക് കോണ് മാത്രം ഉണ്ട്, അല്ലെങ്കിൽ ചക്കി നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല ഐസ്. അപ്പം അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വേഗം വണ്ടി കയറി കേട്ടോ. ഗൈസ് നല്ല ബ്ലോക്കാണ്, 6, 7, 8 അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ്. തൽക്കാലം നമുക്ക് വണ്ടിയിലിരുന്ന് പൂളക്കൊള്ളിയൊക്കെ തിന്നാം. ചെക്കൻ ഉറങ്ങി ഗൈസ് കേട്ടോ. ഗൈസ് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഗൈസ് നമ്മള് ടോപ്പിലെത്തി, പക്ഷെ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും തോന്നില്ല, നല്ല മഴയാണ്. അപ്പൊ വരുമ്പോ ഇറങ്ങാം. തൽക്കാലം ഇങ്ങനെ നമ്മള് വയനാട് എത്തി. കാണുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വയനാട് വരുമ്പോൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടത്. പേര് ഞാൻ പോകുമ്പോൾ നോക്കിയിട്ട് പറയാം. ചക്കി കളിക്കാണ് ഗൈസ്. അതല്ല ശരി, നമ്മൾ കയറാത്ത സ്ഥലമാണോ ആ തൂക്കുപാലം? നോക്ക്, തൂക്കുപാലം ഗൈസ്. നമ്മള് പൂക്കോട് ലേക്കിലാണുള്ളത്. എന്താ പാടുന്നല്ല ഗൈസ്, മഴ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കളിക്കും, അല്ലെങ്കിൽ നമ്മൾ വേഗം തിരിക്കും ഗൈസ്. നമ്മൾ ഇതാണ് പൂക്കോട് ലേക്ക്, പക്ഷെ നമ്മൾ അവിടെയല്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറുകയാണ്. ഇവിടെ ആക്ടിവിറ്റി സെക്ഷൻ ഉണ്ട്, കൂടാണ്ട് മറ്റേ ആനിമൽസിന്റെ സെക്ഷൻ ഉണ്ട്. സംഭവം നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്, പക്ഷെ നല്ല ആദ്യക്കൂട്ടുന്ന സന്തോഷമാവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കയറുന്നുണ്ട്. പിന്നെ മറ്റേ ആക്ടിവിറ്റീസിനകത്ത് കയറുന്നില്ല, അവിടെ ഒക്കത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജ് എടുക്കണം. എന്തിനാ വെറുതെ അപ്പുറത്തെ പൂക്കോട്ടിൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നില്ല, ഇവിടെ ഇത് മാത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ മീനിന് ഫീഡ് ചെയ്യുന്ന സംഭവം പപ്പ കയ്യിലൊക്കെ വെച്ച് ഫീഡിങ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെക്കന്. ചെക്കൻ ഈ ഒരു കണത്തിൽപ്പെട്ടതാണ്, ഇവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, ഓൻ്റെ ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ കയറാൻ തന്നെ കാരണം. കുഞ്ഞിൻ്റെ കയ്യിലുണ്ടോടാ? അപ്പ വെച്ചടാ.
അതിനെ പിടിക്കാൻ നോക്ക്. അപ്പൻ്റെ കയ്യിലേക്ക് വന്നു. മെയിലോ ഫീമെയിലോ? മാംഗോ എന്താ പേര്? മാംഗോ മാംഗോ. വാ അടുക്കിട്ടാ വാ. പേടിയാ? No, 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 no. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ പൂക്കോടിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അവിടെ കയറാണ് കേട്ടോ. ഗൈസ്, ഒരാൾക്ക് 40 രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. ആദ്യക്കുട്ടന് 5 വയസ്സാവാത്തതുകൊണ്ട് ആദ്യക്കുട്ടൻ ടിക്കറ്റ് വേണ്ട, ചക്കിക്കും ടിക്കറ്റ് വേണ്ട. അപ്പം നമുക്ക് 2 പേർക്ക് ഇവിടെ 40 രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറുകയാണ്. അങ്ങനെ ആദ്യക്കൂടനെ കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സത്യത്തിൽ. പക്ഷെ ആദ്യക്കൂട്ടൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ബോട്ടിൽ ഇറങ്ങുന്നത്. ഒന്നാമത് മഴ ഉണ്ട് ചെറിയ തോതിൽ, പിന്നെ എനിക്ക് പൊതുവെ വെള്ളം പേടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് കയറുകയാണ് കേട്ടോ.
ഗൈസ് അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ചുരത്തിൻ്റെ മേലെ കയറാൻ പറ്റാത്തത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പോകുമ്പോൾ നിർത്താമെന്ന് വെച്ചു. അപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിർത്തി കുഞ്ഞിന് സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാട്ടോ വയനാട്. എത്ര തവണ പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യക്കൂട്ടിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളെ കേക്ക് കട്ടിങ് നമ്മൾ രാവിലെ വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് ഗൈസ്. പക്ഷെ മറന്നുപോയി, കേക്കിൻ്റെ കാര്യം മറന്നുപോയി. നമ്മൾ ഇറങ്ങുവാണ്. ഒരു 6:31 ആയിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചിറങ്ങുമ്പോ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല, മഴയുമില്ല, നല്ലൊരു കേട്ടില്ല ഗൈസ്, നല്ല കൊടുങ്കാറ്റുണ്ട്. കൊടുങ്കാറ്റല്ല ഗൈസ്, മിന്നലുണ്ടായിരുന്നു. അതാണ് അവൻ ഉദ്ദേശിച്ചത്. അല്ല കുഞ്ഞപ്പാ? അതെ, നല്ലൊരു റോഡ്, നല്ല തണുപ്പാണ് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചു ചായ നമ്മളാരും കുടിക്കില്ല, അപ്പം നമ്മൾ നല്ല ചൂടുള്ള ബൂസ്റ്റ് കുടിക്കാമെന്ന് വെച്ചു. അപ്പം ബൂസ്റ്റ് വാങ്ങിച്ചു, പിന്നെ കാടമുട്ടയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര. പിന്നെ നമ്മൾ താഴത്തെ എത്തിയപ്പോൾ ആദ്യക്കൂട്ടിന് ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇളനീക്ക വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടെയും ചവിട്ടില്ല ഗൈസ്, നേരെ വീട്ടിലേക്ക് വിടായിരുന്നു. നമ്മൾ അതിനിടയിൽ ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹോട്ടലിലൊന്നും ഇറങ്ങാനുള്ളൊരു ആവതില്ല, അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മളെ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.